ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണോ എന്ന് വിചാരിക്കണു. എനിക്കും സുഖം തന്നെ. അപ്പോൾ ഇന്നും സവാരി തന്നെയാണ് കേട്ടോ. മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവർ തീർച്ചയായും കാണുക. അതിൽ ഡൽഹി ടു ഗ്രേറ്റർ നോയിഡ വരെയുള്ള യാത്രയാണ്. അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഗ്രേറ്റർ നോയിഡ ടു ആഗ്ര. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ നമുക്കങ്ങ് ആഗ്ര വരെ ഒന്ന് പോയി വന്നാലോ. ഇപ്പോൾ നമ്മൾ ഗ്രേറ്റർ നോയിഡയിലേക്ക് എൻട്രൻസിനാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഗ്രേറ്റർ നോയിഡയിലേക്ക് കയറി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു സിറ്റീനെ പറ്റിയാണ്. ഈ സിറ്റി ഇന്ത്യയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ്. ഈ സിറ്റി ഡൽഹിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന വൺ ഓഫ് ദി ഡെവലപ്പിംഗ് സിറ്റി എന്ന് പറയാം. കൂടാതെ ഇപ്പോൾ ഇന്ത്യയുടെ വേറെ ഒരു സിലിക്കൺ വാലി എന്നുകൂടി അറിയപ്പെടുന്നു. അതെ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോയിഡ സിറ്റീനെ കുറിച്ച് തന്നെയാണ്, അഥവാ മിനി ജപ്പാൻ ഇൻ ഇന്ത്യ. നോയിഡേൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ന്യൂ ഓഖ്ല ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്നാണ്. ഇത് ഉത്തർപ്രദേശിലെ ഗൗതം ബുദ്ധ് നഗർ ജില്ലയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. നോയിഡ അതിൻ്റെ മികച്ച ഇൻഫ്രാസ്ട്രക്ചറാലും റാപ്പിഡ് ഡെവലപ്മെൻറ്റിൻ്റെ പേരിലും അറിയപ്പെടുന്ന ഒരു നഗരം ആണ്. ഇവിടെ വലിയ സ്കൈ സ്ക്രേപ്പേഴ്സിൻ്റെ കൂടെ മികച്ച എക്സ്പ്രസ് വേ റോഡ്സും കാണാൻ കഴിയുന്നു. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കയറാൻ പോണത് യമുന എക്സ്പ്രസ് വേയിലേക്കാണ്. ഇന്ത്യയിലെ തന്നെ 6ാമത്തെ ലോങ്ങസ്റ്റ് എക്സ്പ്രസ് വേ ആണ് ഈ യമുന എക്സ്പ്രസ് വേ. നമ്മളിതപ്പോൾ കയറി കഴിഞ്ഞു. ഇത് താജ് എക്സ്പ്രസ് വേ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ താജ്മഹൽ കാണാൻ വേണ്ടി ടൂറിസ്റ്റുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് ഇത്. ഈ യമുന എക്സ്പ്രസ് വേ മധുരയിലുള്ള റായ വില്ലേജിൽ ഇന്ത്യൻ എയർഫോഴ്സ് 2015 ഒരു ഫൈറ്റർ ജെറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. Mirage 2000 fighter jet successfully test landed on the Yamuna Expressway this morning. This was just outside of Delhi. The fighter jet skimmed the highway, as you can see there on your screen, and then took off again. Fantastic images there. Before the jet landed, an Indian Air Force helicopter took several rounds in the air. Several Air Force personnel were at the spot for that test landing. The Air Force personnel said this was a routine operation to test the area as a possible landing strip for fighter planes in case of an emergency. യമുന എക്സ്പ്രസ് വേൻ്റെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 100 കിലോമീറ്റേഴ്സ് ലൈറ്റ് വെഹിക്കിൾസിനും 80 കിലോമീറ്റേഴ്സ് ഹെവി വെഹിക്കിൾസിനുമാണ്. ഓരോ 5 കിലോമീറ്റർ കൂടുമ്പോഴും CCTV ക്യാമറാസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ മൊബൈൽ റഡാർസ് ഉണ്ട് സ്പീഡ് ലിമിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈവേ പെട്രോള് ഓരോ 25 കിലോമീറ്റർ കൂടുമ്പോഴും കാണാം. ഈ യമുന എക്സ്പ്രസ് വേ വന്നതോടുകൂടി ഗ്രേറ്റർ നോയിഡയിൽ നിന്ന് ആഗ്രയ്ക്കുള്ള 4 മണിക്കൂർ യാത്രാ ദൈർഘ്യം 1 മണിക്കൂർ 40 മിനിറ്റായിട്ട് കുറയ്ക്കാൻ സാധിച്ചു. ഇനി ഭാവിയിൽ മെട്രോ റെയിൽ സർവീസ് കൂടി പരി ചൗക്കിന്ന് യമുന എക്സ്പ്രസ് വേ സെക്ടർ 18 and 20 ആഡ് ചെയ്യുന്നതായിരിക്കും. 2021 മുതൽ ഇവിടെ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട്, ഫാസ്റ്റ് ടാഗ് ഉപയോഗിച്ചിട്ട്. യമുന എക്സ്പ്രസ് വേക്ക് ഇപ്പോൾ ഉള്ളത് 6 ലെയിനാണ്. പക്ഷേ അത് 8 ലെയിനാക്കിയിട്ടും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. 2012 അന്നത്തെ ചീഫ് മിനിസ്റ്ററായ അഖിലേഷ് യാദവാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഇപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് യമുന എക്സ്പ്രസ് വേ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ്. യമുന എക്സ്പ്രസ് വേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രേറ്റർ നോയിഡയിലെ പരി ചൗക്കിൽ നിന്നും എൻഡ് ചെയ്യുന്നത് ആഗ്രയിലെ കുബേർപൂരിലുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് വേസ് ഉള്ള ഒരു സ്റ്റേറ്റാണ് ഉത്തർപ്രദേശ്. ആഗ്രയിലേക്ക് പോകാൻ വേണ്ടി ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രസ് വേ ആണ് ഇത്. ഇവിടുന്ന് മധുരയിലേക്കും പോകാം. ആഗ്ര എത്തുന്നതിൻ്റെ മുന്നേ ഡൈവേർട്ട് ആയിട്ട് മധുരയിലേക്ക് പോകും.